ആർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് സ്വീറ്റ് മോമോ ബാസ്ക്കറ്റ്സ് ആണ്. അപ്പോൾ സ്വീറ്റ് മോമോ ബാസ്ക്കറ്റ്സിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. 3 കപ്പ് മൈദ ഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വീറ്റ് ഫ്ലവർ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. അതിലേക്ക് നമുക്ക് 2 സ്പൂണ് മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളം ചൂട് വെള്ളം ഉപയോഗിച്ച് നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തിക്ക് കുഴിക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഡൗ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയത് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റാണ്. അതിലേക്ക് കുറച്ച് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് അനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. വേറൊരു ഫില്ലിംഗ് കൂടി റെഡിയാക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നാളികേരം, 2 സ്പൂണ് ചോക്ലേറ്റ് പൗഡർ. ഇത് നമ്മൾ പാലിലൊക്കെ കുട്ടികൾക്ക് കലക്കി കൊടുക്കുന്ന ചോക്ലേറ്റ് പൗഡറാണ്. ഇനി 2 സ്പൂണ് പഞ്ചസാര. വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം ഗ്രേറ്റ് ചെയ്തിട്ട്. ഇനി അതിൽ കുറച്ച് ക്യാരറ്റും കൂടി ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോമോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന വലിപ്പത്തിൽ പരത്തിയെടുക്കുക. നല്ല നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ. നല്ല നൈസായിട്ട് പരത്തിയെടുത്ത ശേഷം നമുക്കിതുപോലെ ചെറിയ സർക്കിൾസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു മൂടിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ചെറിയ സർക്കിൾസായി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഫില്ലിംഗ് അകത്ത് വെച്ച് സൈഡ് ചെറിയ ചെറിയ ഫ്ലീറ്റായിട്ട് മടക്കി കൊടുക്കണം. എന്നിട്ടൊരു ബാസ്ക്കറ്റിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കണം. നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ആയിട്ട് മടക്കിയെടുക്കണം. മോമോസ് ചിലർ ഇങ്ങനെ മടക്കിയെടുത്ത ശേഷം ക്ലോസ് ചെയ്യാറുണ്ട്. ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ ക്ലോസ് ചെയ്യാതെ ഒരു ബാസ്ക്കറ്റിൻ്റെ രൂപത്തിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ള ഫില്ലിംഗ് വെച്ച് അതേപോലെ ചെയ്ത് കൊടുക്കാം. കുറച്ചൊന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാ ബാസ്ക്കറ്റ്സും റെഡിയാക്കി എടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഓട്ടപാത്രത്തിലേക്ക് ബട്ടർ തേച്ച ശേഷം ഇത് നല്ലോണം 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. ഇത് നമുക്ക് കോഫി പൗഡർ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ചോക്ലേറ്റ് പൗഡറിന് പകരം നമുക്ക് നല്ല നെസ്ലേൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉപയോഗിച്ചാലും മതിയാകും. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് നല്ലോണം സ്റ്റീമായിട്ട് റെഡിയായിട്ട് വന്ന മോമോസാണ്.
ഇത് വളരെ ടേസ്റ്റി ആയിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയുക. Thank you for watching Art of Cooking. I'm Shiba Suren. Please like and subscribe if you like this video. Thank you.